എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് ലെങ്ത്സ് ആൻഡ് ഡിസ്റ്റൻസസ് അഥവാ നീളങ്ങളും അകലങ്ങളും. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് പോയിന്റുകളുടെ കോർഡിനേറ്റ്സ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് അകലം എങ്ങനെയാണ് കണ്ടുപിടിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് നാം പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ ചതുരം വരച്ചിട്ടുണ്ട്. ഈ ചതുരത്തിന്റെ ഓപ്പോസിറ്റ് മൂല, അപ്പോൾ രണ്ട് എതിർമൂലകളുടെ കോർഡിനേറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി എന്താണ് നാം കണ്ടുപിടിക്കേണ്ടത്? ഈ ചതുരത്തിന്റെ നീളവും വീതിയും നാം കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം നാം എന്ത് ചെയ്യണം? ആദ്യം നാം മറ്റ് രണ്ട് മൂലകളുണ്ട് അല്ലേ, ആ മൂലകളുടെ കോർഡിനേറ്റ്സ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് എക്സ് ആക്സിസും വൈ ആക്സിസും വളരെ കൃത്യമായിട്ട് ഇതിൽ അടയാളപ്പെടുത്തിയത് കൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. അതായത് ഇപ്പോൾ ഈ പോയിന്റ് ആണെങ്കിൽ നോക്കിയാൽ എക്സിന്റെ വാല്യൂ 1, വൈയുടെ വാല്യൂ 3 അല്ലേ. അപ്പോൾ നമുക്ക് ഇതില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത പോലെ തന്നെ നമുക്ക് ഇത് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഇത് നമുക്കറിയാം. ആദ്യം ഇങ്ങോട്ട് നോക്കാം അല്ലേ. ഇവിടെ ഇതിന്റെ എക്സിന്റെ വാല്യൂ 1 ആണ്, 1 എഴുതി. അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? നേരെ ഇങ്ങോട്ട് നോക്കുക, ഇതിന്റെ 3 അല്ലേ, 1 3. അപ്പം അങ്ങനെ നമുക്ക് എഴുതാം അല്ലേ. അതല്ലെങ്കിൽ ഇവിടെ നമുക്ക് വളരെ ഈസി ആയിട്ട് 1 3 എന്ന് എഴുതാം. അതുപോലെ തന്നെ ഇവിടെ എന്ത് വരും? ഇവിടെ 4 2 അല്ലേ. അപ്പോൾ ഇതില്ലെങ്കിൽ നമുക്കറിയാം ഇതിൻ്റെ 4 എടുക്കാം. അത് കഴിഞ്ഞാൽ ഇവിടുത്തെ വൈ അല്ലേ, വൈയുടെ വാല്യൂ 2. അപ്പോൾ 4 2. ഇതാണ് ഈ രണ്ട് പോയിന്റുകളുടെയും കോർഡിനേറ്റ്സ് അല്ലേ. അപ്പോൾ നമുക്ക് എല്ലാ പോയിന്റുകളുടെയും കോർഡിനേറ്റ്സ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഇതിൻ്റെ നീളവും വീതിയും കണ്ടുപിടിക്കണം. അപ്പോൾ നീളം എന്ന് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഇത് മുതൽ ഇതുവരെയുള്ള ദൂരം അല്ലേ, ഈ ഡിസ്റ്റൻസ് ആണ് നീളം. അതായത് ഇവിടെ നോക്കിയേ, ഇവിടെ 4 ആണ് അല്ലേ, ഇവിടെ 4, ഇത് 1. അപ്പൊ ഈ നീളം എന്ന് പറഞ്ഞാൽ ഈ 4ഉം 1ഉം തമ്മിലുള്ള അകലമാണ് അല്ലേ. അപ്പൊ 4ഉം 1ഉം തമ്മിലുള്ള അകലമാണ് ഈ ചതുരത്തിന്റെ ഈ വശത്തിന്റെ നീളം. അപ്പൊ നമുക്ക് ഈ ചതുരത്തിന്റെ നീളം കിട്ടി എന്ത് ചെയ്താൽ മതി? 4 മൈനസ് 1 അല്ലെ, 4 മൈനസ് 1 അല്ലെ. ഇതിവിടെ 4, ഇവിടെ 1. അപ്പൊ 4 മൈനസ് 1 ഈക്വൽ ടു 3. ഓക്കെ. ഇനി ഒരാൾ തിരിച്ചു മൈനസ് ചെയ്താലോ, തിരിച്ചു കുറച്ചാലോ? അതായത് 1ൽ നിന്ന് 4 കുറച്ചു. 1ൽ നിന്ന് 4, ശ്രദ്ധിച്ചിരിക്കുക, 1ൽ നിന്ന് 4 കുറച്ചു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1ൽ നിന്ന് 4 കുറച്ചാൽ -3 ആൻസർ കിട്ടും. നമുക്കറിയാം ദൂരം അല്ലെങ്കിൽ ഡിസ്റ്റൻസ് നമ്മൾ ഒരിക്കലും ഇപ്പം ഇവിടെ നിന്ന് തൃശ്ശൂർക്ക് എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ 20 കിലോമീറ്റർ ആണെങ്കിൽ -20 കിലോമീറ്റർ എന്ന് ആരെങ്കിലും പറയുമോ? ഇല്ല അല്ലേ. അതായത് 20 കിലോമീറ്റർ എന്നേ പറയുള്ളൂ അല്ലേ. അതായത് ദൂരത്തിന് നാം നെഗറ്റീവ് ചിഹ്നം ഒന്നും ഉപയോഗിക്കില്ല. അപ്പോൾ നമുക്ക് എന്തറിയാം, ഇവിടെ ഈ ഡിസ്റ്റൻസ് എത്രയാണ്? 3 ആണ്. അതുകൊണ്ട് പക്ഷേ ഇതിൽ നിന്ന് ഇത് കുറച്ചപ്പോൾ നമുക്ക് -3 കിട്ടി അല്ലേ. അപ്പോൾ നമുക്ക് -3 ഉപയോഗിക്കില്ല. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? നമുക്ക് ഇതിൽ നിന്ന് ഇത് കുറയ്ക്കാം. പക്ഷെ എന്ത് ചെയ്യേണ്ടി വരും? ഇതിൻ്റെ ആബ്സല്യൂട്ട് വാല്യൂ ഇടേണ്ടി വരും. എന്താണ് ആബ്സല്യൂട്ട് വാല്യൂ എന്ന് പറഞ്ഞാൽ? നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ് അല്ലേ. അതായത് നാം എന്ത് ചെയ്താൽ മതി? അതിൻ്റെ നെഗറ്റീവ് ചിഹ്നം കളയും അല്ലേ. അതായത് നാം എന്ത് ചെയ്യും? ഇതിനെ ഇങ്ങനെ ഇട്ട് കൊടുക്കും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അതായത് ഈ കിട്ടുന്ന ഇതിന് ചിഹ്നില്ല അല്ലെ, ചിഹ്നം ഒഴിവാക്കും നമ്മൾ. അപ്പോൾ ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് 1 - 4 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 1ൽ നിന്ന് 4 -4 കുറച്ചാൽ -3 കിട്ടും അല്ലേ. അപ്പോൾ അതിൻ്റെ ആബ്സല്യൂട്ട് വാല്യൂ. അപ്പോൾ ആബ്സല്യൂട്ട് വാല്യൂ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ചിഹ്നം ഒഴിവാക്കണം അല്ലെ, ചിഹ്നം ഒഴിവാക്കും. അപ്പം -3 എന്നുള്ള എന്തായി മാറി? 3 ആയി മാറി. അതായത് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഒന്നുകിൽ ഇതിൽ നിന്ന് ഇത് കുറയ്ക്കാം, അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഇത് കുറയ്ക്കാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പക്ഷെ എന്തായിരിക്കും? നെഗറ്റീവ് വാല്യൂ നാം ഒഴിവാക്കണം. അതുകൊണ്ടാണ് നമ്മുടെ ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് 1 - 4 നിരുന്നത്. മനസ്സിലായല്ലോ. അപ്പൊ ഈ വശത്തിന്റെ നീളം നമുക്ക് കിട്ടി 3. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഇതിന്റെ വീതി കണ്ടുപിടിക്കണം. വീതി നമുക്ക് ഇതേപോലെ തന്നെ കണ്ടുപിടിക്കാം അല്ലേ. ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ദൂരം അല്ലെ. അതായത് നമ്മൾ ഇങ്ങോട്ട് എടുത്ത് നോക്കിയാൽ 3 2 അല്ലെ. അപ്പൊ ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? 3ൽ നിന്ന് 2 കുറച്ചാൽ മതി. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് വീതി കിട്ടാൻ വേണ്ടി 3 - 2 ഈക്വൽ ടു 1. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരാൾ 2ൽ നിന്ന് 3 കുറച്ചെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് വരും? അപ്പോൾ നമ്മൾ ആബ്സല്യൂട്ട് വാല്യൂ അല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് വേണം? 2 - 3 ഇങ്ങനെ ചെയ്യാം. പക്ഷെ അതിൻ്റെ ആബ്സല്യൂട്ട് വാല്യൂ നമുക്ക് കാണണം. അപ്പോൾ 2 - 3 എത്രയാണ്? -1 അല്ലേ. -1ന്റെ ആബ്സല്യൂട്ട് വാല്യൂ എത്രയാണ്? 1. അപ്പോൾ ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്ര കിട്ടി നമുക്ക്? 1. ക്ലിയർ ആയില്ലേ? ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? നാം ഇപ്പം എന്താണ് കണ്ടുപിടിച്ചത്? നാം രണ്ട് പോയിന്റുകൾ തമ്മിൽ അല്ലെ, ഇതിന്റെ നീളം കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞാൽ ഈ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ കണ്ടുപിടിച്ചത് അല്ലേ. അപ്പോൾ ഈ പോയിന്റും ഈ പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിച്ചു. നാം എന്ത് ചെയ്തു? ഇതിൽ നിന്ന് ഇതിന്റെ എക്സ് വാല്യൂ 4, 4ൽ നിന്ന് ഇതിന്റെ 1 കുറച്ചു അല്ലെ, അല്ലെങ്കിൽ 1ൽ നിന്ന് 4 കുറച്ചു. ഇതാണ് നാം ചെയ്തത് അല്ലേ. അപ്പോൾ എന്തുകൊണ്ട് നാം വൈ എടുത്തില്ല? വൈനെ നമ്മൾ മൈൻഡേ ചെയ്തില്ല. എന്തുകൊണ്ടാണത്? ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ വൈയുടെ വാല്യൂ സെയിം ആണ് അല്ലെ, വൈ കോർഡിനേറ്റ് സെയിം ആണ്. അപ്പോൾ വൈ കോർഡിനേറ്റ് സെയിം ആണ്. അപ്പോൾ രണ്ട് പോയിന്റുകൾ തമ്മിൽ അവയുടെ വൈ കോർഡിനേറ്റ് സെയിം ആയി കഴിഞ്ഞാൽ നാം എന്ത് ചെയ്താൽ മതി? ഒന്നിന്റെ എക്സ് കോർഡിനേറ്റിൽ നിന്ന് മറ്റേതിന്റെ എക്സ് കോർഡിനേറ്റ് കുറച്ചാൽ മതി.
മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ കാരണം എന്താണ്? ഇവിടെ y കോർഡിനേറ്റ് സെയിം ആണ്. അതുകൊണ്ടാണ് നാം എന്ത് ചെയ്തത്? 4ൽ നിന്ന് അല്ലെ x കോർഡിനേറ്റ് മാത്രമേ എടുത്തുള്ളൂ. ഇവിടെ 4ൽ നിന്ന് 1 കുറച്ചു. കാരണം yയുടെ വാല്യൂ രണ്ടും സെയിം ആണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ y കോർഡിനേറ്റ് സെയിം ആണ് അല്ലെ? സെയിം ആണ്, അല്ലെങ്കിൽ y കോർഡിനേറ്റ് 0 ആണ് അല്ലെ? y കോർഡിനേറ്റ് 0 അല്ലെങ്കിൽ സെയിം ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? x കോർഡിനേറ്റ് നിന്ന്, അതായത് x1 മൈനസ് x2 അല്ലെ? ഇതാണ് ഡിസ്റ്റൻസ്. ഇതിൻ്റെ എന്ത് കണ്ടുപിടിക്കണം? ഇതിൻ്റെ ആബ്സല്യൂട്ട് വാല്യൂ. മനസ്സിലായല്ലോ? ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് x2 മൈനസ് x1. അപ്പോൾ x1 മൈനസ് x2 അല്ലെങ്കിൽ x2 മൈനസ് x1 കാണാം, എന്ത് വേണമെങ്കിലും കാണാം. പക്ഷേ അതിൻ്റെ ചിഹ്നം നെഗറ്റീവ് കളയണം അല്ലെ? കളയണം. അതുകൊണ്ടാണ് നമ്മൾ ആബ്സല്യൂട്ട് വാല്യൂ ഇട്ടത്. ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് x1 മൈനസ് x2. ഇതാണ് ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഇവിടെ നോക്കിയേ, ഇവിടെ നാം എന്ത് ചെയ്തു? 2ൽ നിന്ന് 3 കുറച്ചു അല്ലെ? 2ൽ നിന്ന് 3 കുറച്ചു, അല്ലെങ്കിൽ 3ൽ നിന്ന് 2 കുറച്ചു. അപ്പോൾ ഇവിടെ നമ്മൾ എക്സ് കോർഡിനേറ്റ് ഒഴിവാക്കി. എന്തുകൊണ്ട് എക്സ് കോർഡിനേറ്റ് ഒഴിവാക്കിയും? കാരണം ഇവിടുത്തെ അതേ റീസൺ തന്നെ. കാരണം എന്താ? ഇവിടെ എക്സ് കോർഡിനേറ്റ് സെയിം ആണ്. കണ്ടില്ലേ? എക്സ് കോർഡിനേറ്റ് സെയിം ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇത് നമുക്ക് y1, ഇത് y2. അതുപോലെ തന്നെ ഇത് നമുക്ക് x1 എന്ന് കൊടുത്തു, ഇവിടെ നമ്മൾ x2 എന്ന് കൊടുത്തു. അപ്പോൾ നമ്മൾ ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്തു? ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ y1ൽ നിന്ന് y2 മൈനസ് ചെയ്തു അല്ലേ? y1 മൈനസ് y2. എന്നിട്ട് നമ്മളല്ലേ അബ്സല്യൂട്ട് വാല്യൂ കണ്ടുപിടിച്ചു. അതായത് അതിൻ്റെ ചിഹ്നം കളഞ്ഞു അല്ലെ? നെഗറ്റീവ് ചിഹ്നമാണെങ്കിൽ അത് ഒഴിവാക്കി. അപ്പോൾ ഇവിടെ എക്സ് കോർഡിനേറ്റ് സെയിം ആണ് അല്ലെ? സെയിം ആയതുകൊണ്ട് നാം എന്ത് ചെയ്തു? y കോർഡിനേറ്റിൻ്റെ ഡിഫറൻസ് നമ്മൾ കണ്ടു. ഓക്കെ, ഇവിടെയോ? ഇവിടെ y കോർഡിനേറ്റ് സെയിം ആണ്, അതുകൊണ്ട് എക്സ് കോർഡിനേറ്റിൻ്റെ ഡിഫറൻസ് നമ്മൾ കണ്ടു. അപ്പോൾ അത്രയും ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇത് എന്താണ്? ഇവിടെ നമുക്ക് രണ്ടും ഇതിനും പാരലൽ കേസ് മാത്രമാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത് അല്ലേ? ഇനി നമുക്ക് 2 പോയിന്റുകൾ അത് ചെരിഞ്ഞിരിക്കുന്നതായിരിക്കാം. അതായത് ഇപ്പോൾ ഇവിടെ പാരലല്ലാതെ, ഇതിന് പാരലല്ലാതെ വേറെ 2 പോയിന്റുകൾ ഇങ്ങനെ ചെരിഞ്ഞ 2 പോയിന്റുകളാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നാം എങ്ങനെ കണ്ടുപിടിക്കും? അത് ഇനി നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയ 2 പോയിന്റുകൾ, ഈ 2 പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്കൊന്ന് കണ്ടുപിടിക്കണം. അതായത് ഈ ലെങ്ത് കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ ഈ ലെങ്ത് കണ്ടുപിടിക്കണം. ഇവിടെ നോക്കിയാൽ ഇതിൻ്റെ കോർഡിനേറ്റ്സ് -1 3, ഇവിടെ 5 2 അല്ലേ? അപ്പോൾ എക്സ് കോർഡിനേറ്റ് സെയിം അല്ല, y കോർഡിനേറ്റും സെയിം അല്ല. അതായത് ഇത് എക്സിനും പാരലല്ല, വൈക്കും പാരലല്ല അല്ലേ? രണ്ടും ഒരു ചെരിഞ്ഞ വര. ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, ഈ ഡിസ്റ്റൻസ്. എങ്ങനെയാണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത് എന്നാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നാം ആദ്യം എന്ത് ചെയ്തു? ആദ്യം ഇത് രണ്ടും ഓപ്പോസിറ്റ് മൂലകളായി വരുന്ന ഒരു ചതുരം വരച്ചു അല്ലെ? ഒരു റെക്റ്റാങ്കിൾ വരച്ചു. ഇനി നമുക്കറിയാം, ഇങ്ങനെ ചതുരം വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഈ കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ അറിയാം അല്ലേ? എന്ത് ചെയ്യണം? നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഉടനടി മുകളിലേക്ക് നോക്കി -1 ആണ് എക്സിന്റെ വാല്യൂ, -1 എഴുതി. അടുത്ത് നമ്മൾ ഇങ്ങോട്ട് നോക്കാം, ഇതിൽ വൈയുടെ വാല്യൂ -2. ഓക്കെ, അത് എഴുതി. ഇനി ഇവിടെ ആണെങ്കിലോ നേരടിയിലേക്ക് നോക്കി അല്ലേ? 5. ഇങ്ങോട്ട് നോക്കി, ഇതിൽ വൈയുടെ വാല്യൂ 3. അപ്പോൾ 5 3. അപ്പോൾ ഇവിടെ നമുക്ക് 4 മൂലകളെയും കോർഡിനേറ്റ്സ് കിട്ടി അല്ലേ? ഓക്കെ, നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു പണി ചെയ്യാം. ഇതിനൊരു മൂലകൾക്ക് ഒരു പേര് കൊടുത്തു. ഇപ്പോൾ എ, ഇത് ബി, ഇത് സി, ഇത് ഡി. ഓക്കെ, അങ്ങനെ ഒരു പേര് കൊടുത്തു. ഇനി നമുക്കറിയാം, നോക്കിയേ, ഇത് എക്സിന് പാരലായി കഴിഞ്ഞാൽ അല്ലേ? അതായത് എക്സിന് പാരൽ എന്ന് പറഞ്ഞാൽ വൈയുടെ വാല്യൂ സെയിം ആണ് അല്ലേ? അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ നമുക്കറിയാം. x1 മൈനസ് y1 അല്ലേ? x1 മൈനസ് y1 ചെയ്ത് കഴിഞ്ഞാൽ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് x1 മൈനസ് y1 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ ഡിസ്റ്റൻസ് കിട്ടും അല്ലേ? അതായത് ബി സിയുടെ നീളം നമുക്ക് എങ്ങനെ കിട്ടും? ബി സിയുടെ നീളം കിട്ടാൻ ഈക്വൽ ടു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് x1 മൈനസ് x2 ഈക്വൽ ടു x1 എന്ന് പറഞ്ഞാൽ എന്താണ്? x1 ഇത് -1 അല്ലേ? അപ്പോൾ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് -1 മൈനസ്, ഇനി ഏതാ? x2 ഏതാണ്? 5 അല്ലേ? അപ്പോൾ -1 മൈനസ് 5. അപ്പോൾ എന്ത് വരും? -1ഉം -5ഉം കൂടി കൂട്ടിയാൽ -6 അല്ലേ? അപ്പോൾ ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് -6, അതായത് 6. അപ്പോൾ ഈ ഡിസ്റ്റൻസ് നമുക്ക് കിട്ടി 6. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി നമുക്കിത് കണ്ടുപിടിക്കാൻ അറിയാലോ അല്ലേ? ഇവിടെ നോക്കിയേ, ഇവിടെ എന്തിൻ്റെ വാല്യൂ ആണ് സെയിം? വൈയുടെ വാല്യൂ എക്സിൻ്റെ വാല്യൂ സെയിം ആണ്. അതായത് ഇതെന്താണ്? ഇത് വൈക്ക് പാരലാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം എങ്ങനെ കണ്ടുപിടിക്കുക. അതായത് ഇപ്പോൾ നമുക്ക് എ ബിയുടെ നീളം എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നമുക്കറിയാം, നമുക്ക് പറഞ്ഞു നിർത്തി അല്ലേ? y1 മൈനസ് y2 അല്ലേ? ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് y1 മൈനസ് y2 ഈക്വൽ ടു y1 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ y1 ഏതാണ്? -2. അപ്പോൾ -2 മൈനസ് 3
ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് -2 ഇതാണ് y1 ഇത് y2 അല്ലേ. അപ്പോൾ -2 - 3 അപ്പോൾ എന്താ കിട്ടി നമുക്ക് ഈക്വൽ ടു -2 -3 -5. അതായത് ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് -5 എന്ന് പറഞ്ഞാൽ 5 അല്ലേ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വാല്യൂ കിട്ടി 5. അപ്പോൾ ഈ അകലം കിട്ടി നമുക്ക് 5. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണ് അല്ലേ. ഇതൊരു ചതുരമാകുമ്പോൾ ഇത് 90 ഡിഗ്രി ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ നീളം നമുക്ക് കിട്ടി 6, ഈ നീളം നമുക്ക് കിട്ടി 5 അല്ലേ. അപ്പോൾ നമുക്കിത് കണ്ടുപിടിക്കാമല്ലോ. പൈത്തഗോറസ് തിയറി ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. അതായത് AC ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നു. AC ഈക്വൽ ടു എന്ത് വരും? റൂട്ട് ഓഫ് ഏതിൻ്റെ സ്ക്വയർ? ഇത് കർണ്ണാണ് അല്ലേ, ഹൈപ്പോട്ടിനസ് ആണ്. അതുകൊണ്ട് 6ന്റെ സ്ക്വയർ പ്ലസ് 5ന്റെ സ്ക്വയർ, 6 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ അല്ലേ. അതിൽ നമുക്ക് എന്താ AC സ്ക്വയർ ഈസ് ഈക്വൽ ടു 6 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ. AC ഈക്വൽ ടു റൂട്ട്. പിന്നെ അടുത്ത സ്റ്റെപ്പിൽ റൂട്ട് കണ്ടുപിടിക്കുക അല്ലേ. അപ്പോൾ നമ്മൾ ഒറ്റയടിക്ക് ചെയ്ത് AC ഈക്വൽ ടു റൂട്ട് 6 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ. അപ്പോൾ എത്ര കിട്ടി നമുക്ക്? റൂട്ട് 6ന്റെ സ്ക്വയർ 36 പ്ലസ് 5ന്റെ സ്ക്വയർ 25. അപ്പോൾ എത്ര വന്നു? ഈക്വൽ ടു റൂട്ട് 36ഉം 25ഉം തമ്മിൽ കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 61 അല്ലേ, 61. ഇവിടെ നമുക്ക് ACയുടെ നീളം കിട്ടി റൂട്ട് 61 കിട്ടി. അതായത് നാം ഇവിടെ ഈ 2 പോയിന്റുകൾ എക്സ് കോർഡിനേറ്റ് ഡിഫറൻറ്റ്, വൈ കോർഡിനേറ്റ് ഡിഫറൻറ്റ് അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള 2 പോയിന്റുകൾ, അതായത് ഒരു ചെരിഞ്ഞ വര, ഈ ചെരിഞ്ഞ പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിച്ചു. എങ്ങനെ എന്ത് കിട്ടി നമുക്ക് കിട്ടി റൂട്ട് 61 കിട്ടി അല്ലേ. അതായത് നമുക്ക് AC ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ, ഇപ്പോൾ AC എന്നാണ് വിചാരിക്കുക, ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്ത സ്റ്റെപ്പുകൾ നോക്കിയേ. റൂട്ട്, ഓക്കെ, റൂട്ട് എഴുതി നമ്മൾ. ഇനി 6 സ്ക്വയർ, 6 എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഡിസ്റ്റൻസ് അല്ലേ, ഇത് മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് നമുക്ക് 6 കിട്ടിയത്? 6 കിട്ടിയത് x1 മൈനസ് x2, ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് x1 മൈനസ് x2. അത് കണ്ടപ്പോഴാണ് നമുക്ക് 6 കിട്ടിയത് അല്ലേ. അപ്പോൾ നമുക്ക് 6ന് പകരം എന്തെന്ന് എഴുതാൻ പറ്റും? ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് x1 മൈനസ് x2 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് x1 മൈനസ് x2 എന്ന് എഴുതി. മനസ്സിലായല്ലോ? 6ന് പകരം. ഇനി അതിൻ്റെ സ്ക്വയർ ഉണ്ടല്ലോ ഇവിടെ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്ക്വയർ, അപ്പോൾ ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് x1 മൈനസ് x2, ഇത് നമുക്ക് 6 കിട്ടി, അതിൻ്റെ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇത്രയും കഴിഞ്ഞു അല്ലേ. ഇനി പ്ലസ്, ഇനി 5 സ്ക്വയർ. 5 എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? ഈ നീളം അല്ലേ, ഈ നീളം. ഇത് നമ്മൾ എങ്ങനെ കണ്ടുപിടിച്ചത്? 5 കിട്ടിയത് എങ്ങനെയാണ്? y1 മൈനസ് y2 അല്ലേ, y1 മൈനസ് y2. അപ്പോൾ നമുക്ക് 5ന് പകരം എന്ത് എഴുതാം? y1 മൈനസ് y2 അല്ലേ. 5 സ്ക്വയർ ആണ്, അപ്പോൾ അതിന് നമ്മൾ സ്ക്വയർ ഇട്ട് കൊടുത്തു. ഓക്കെ, ഇത്രയാണ് നമ്മൾ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്കറിയാം x1 മൈനസ് ആബ്സല്യൂട്ട് വാല്യൂ കണ്ടത് എന്തുകൊണ്ടാണ്? നാം നെഗറ്റീവ് ചിഹ്നം കളയാൻ വേണ്ടിയിട്ടാണ് അല്ലേ. നെഗറ്റീവ് ചിഹ്നം നമുക്കറിയാം, ഒരു സ്ക്വയർ നെഗറ്റീവ് ചിഹ്നം. ഇപ്പോൾ -5ന്റെ സ്ക്വയർ കണ്ടാലും +5ന്റെ സ്ക്വയർ കണ്ടാലും 25 തന്നെയാണ് അല്ലേ. അതായത് നെഗറ്റീവിൻ്റെ സ്ക്വയറും പോസിറ്റീവിൻ്റെ സ്ക്വയറും ഒക്കെ പോസിറ്റീവ് തന്നെയാണ് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കിയാൽ ഇവിടെ ആബ്സല്യൂട്ട് വാല്യൂവിൻ്റെ ആവശ്യം പിന്നെ ഉണ്ടോ? സ്ക്വയർ കാണുന്നതുകൊണ്ട് നമുക്ക് ആബ്സല്യൂട്ട് വാല്യൂവിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഇതിനെന്ത് മാറ്റി എഴുതാം? റൂട്ട് ഓഫ് അല്ലേ. റൂട്ട് ഓഫ് എന്ത് എഴുതാൻ പറ്റും? ഇവിടെ നമുക്ക് ആബ്സല്യൂട്ട് വാല്യൂ കളയാം അല്ലേ, ആബ്സല്യൂട്ട് വാല്യൂ വേണ്ട. അതുകൊണ്ട് x1 മൈനസ് x2 ഹോൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y2 ഹോൾ സ്ക്വയർ. അപ്പോൾ നമുക്ക് 2 പോയിന്റുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് കാണാൻ അല്ലേ ഏത് ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി? ഈ ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. റൂട്ട് ഓഫ് x1 മൈനസ് x2 ഹോൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y2 ഹോൾ സ്ക്വയർ. ഈ ഇക്വേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. മനസ്സിലായല്ലോ? അപ്പോൾ ഈ സ്റ്റെപ്പുകളൊക്കെ ആവശ്യമുണ്ടോ? ഇങ്ങനെയൊക്കെ വരച്ച് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇങ്ങനെ ഒന്നും വരച്ച് ചെയ്യേണ്ട. നാം എന്ത് പഠിച്ചാൽ മതി? ഈ ഇക്വേഷൻ പഠിച്ചാൽ മതി. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഇക്വേഷനാണ്. പരീക്ഷയ്ക്ക് ഉപയോഗിച്ചുകൊണ്ട് ചോദ്യം വരും. റൂട്ട് ഓഫ് x1 മൈനസ് x2 ഹോൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y2 ഹോൾ സ്ക്വയർ. അപ്പോൾ ഇത് മനസ്സിലായല്ലോ? അതായത് ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ ഇതൊന്നും അറിയില്ല. ഇപ്പം നമുക്ക് ഈ പോയിന്റ് x1 y1 ആണെന്ന് വിചാരിക്കുക. ഈ പോയിന്റ് നമുക്ക് x1 y1 ആണ്. അത് ഏതാണെങ്കിലും ആയിക്കോട്ടെ, x1 y1 അല്ലേ, ഇതേത് നമ്പർ വേണമെങ്കിലും ആയിക്കോട്ടെ. ഇവിടെ നമുക്ക് x2 y2 ആണ്, x2 y2 ആണ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? x1 മൈനസ് x2 ഹോൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y2 ഹോൾ സ്ക്വയർ അല്ലേ. അപ്പോൾ ഇവിടെ ഏതാണോ സംഖ്യകൾ ആ സംഖ്യ ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് കിട്ടും. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കിയാൽ, ഇപ്പോൾ 4 മൈനസ് 2 -3 -1 ഈ 2 പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് കാണണം. എന്ത് ചെയ്താൽ മതി? നമ്മൾ ഇക്വേഷൻ അല്ലേ, ഡിസ്റ്റൻസ് ഈക്വൽ ടു റൂട്ട് ഓഫ് x1 മൈനസ് x2 ഹോൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y2 ഹോൾ സ്ക്വയർ അല്ലേ. അപ്പോൾ എന്ത് വരും? അപ്പോൾ ഡിസ്റ്റൻസ് അല്ലേ, അവ തമ്മിലുള്ള അകലം എന്തായിരിക്കും? റൂട്ട് ഓഫ് x1 മൈനസ് x2 അല്ലേ. അപ്പോൾ x1 ഇത് x2. അപ്പോൾ 4 ശ്രദ്ധിക്കുക, 4
മൈനസ് x1 മൈനസ് ഇവിടെ എന്ത് വരും x1 മൈനസ് x2. x2ന്റെ വാല്യൂ -3 അല്ലേ? അപ്പോൾ അത് ശ്രദ്ധിക്കുക. 4 മൈനസ് -3 പെട്ടെന്ന് 4 മൈനസ് 3 എഴുതരുത്. ഇത് x1 4 എഴുതി മൈനസ് -2 x2ന്റെ വാല്യൂ -2 കണ്ടില്ലേ? അപ്പോൾ അതിൻ്റെ ഹോൾ സ്ക്വയർ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം, അവിടെ തെറ്റിക്കരുത്. പ്ലസ് y1 മൈനസ് y2 അല്ലേ? y1ന്റെ വാല്യൂ എത്രയാണ്? -2 മൈനസ് y2 വാല്യൂ എത്രയാണ്? -1. അപ്പോൾ ഈ ചിഹ്നം ശരിക്കും ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഉത്തരം തെറ്റും. എന്ത് വന്നു? സീക്വൽ ടു റൂട്ട് ഓഫ് 4 മൈനസ് അല്ലേ? 2 മൈനസ് അടുത്തൊന്നും എന്താണ്? പ്ലസ് ആയി മാറി അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 4 + 3 അല്ലേ? 4 + 3 ഹോൾ സ്ക്വയർ പ്ലസ് -2 2 നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ പ്ലസ് ആയി അല്ലേ? +1 ഹോൾ സ്ക്വയർ. ഇപ്പം എന്ത് കിട്ടി നമുക്ക്? 4 + 3 7 അല്ലേ? 7ന്റെ സ്ക്വയർ 7 × 7 49 പ്ലസ് -1 + 1 -1 ഏതാണ്? -1 വന്നു അല്ലേ? -1 ആൻസർ കിട്ടി. -1ന്റെ സ്ക്വയർ എത്രയാണ്? 1. അപ്പോൾ 49 + 1 അല്ലേ? അപ്പോൾ റൂട്ട് 49 + 1 = റൂട്ട് 50. ഡിസ്റ്റൻസ് എത്ര കിട്ടി? റൂട്ട് 50 അല്ലേ? അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ ഇതിനൊന്ന് മാറ്റി എഴുതാലോ. എന്ത് ചെയ്യാം? 50ക്ക് നമുക്ക് റൂട്ട് 25 × 2 എന്ന് എഴുതാം അല്ലേ? അപ്പോൾ ഒരെണ്ണം പെർഫെക്റ്റ് സ്ക്വയർ വന്നു. അപ്പോൾ നമുക്ക് റൂട്ട് 25 × 2 എന്ന് എഴുതാം. അപ്പോൾ റൂട്ട് 25 എത്രയാണ്? 5. റൂട്ട് 25 നമുക്ക് 5 എന്ന് എഴുതാം അല്ലേ? 5 ആണ്. പിന്നെ റൂട്ട് 2 നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് റൂട്ട് 2. അപ്പോൾ ഇത് പെട്ടെന്ന് റൂട്ട് 25 × 2 എന്ന് എഴുതാനൊരു ഓർമ്മയില്ലാത്തവർ എന്ത് ചെയ്യുക? 50 അല്ലേ? സ്പ്ലിറ്റ് ചെയ്ത് 50 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ വരും 25. പിന്നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും 5. എത്ര പ്രാവശ്യം? 5 പ്രാവശ്യം അല്ലേ? അപ്പോൾ 50 2 × 5 × 5 എന്ന് എഴുതാം. റൂട്ട് 50 റൂട്ട് 2 ഇപ്പം നോക്കിയാൽ റൂട്ട് 50 നമുക്ക് എങ്ങനെ എഴുതാം? റൂട്ട് 5 × 5 × 2 എന്ന് എഴുതാം അല്ലേ? അപ്പോൾ ഇതിൽ നിന്ന് ഒരു 5നെ പുറത്തേക്ക് എടുക്കാം, അപ്പോൾ റൂട്ട് പോയി അല്ലേ? സീക്വൽ ടു ഇതിൽ നിന്ന് ഒരു ജോഡിയിൽ നിന്ന് ഒരു 5 പോന്നു, പിന്നെ ബാക്കി ഒരു 2 ഉണ്ട് അല്ലേ? 5 റൂട്ട് 2. അപ്പം ഇങ്ങനെയും ചെയ്യാം. ഏത് മാർഗ്ഗമാണ് നിങ്ങൾക്ക് സൗകര്യം, നിങ്ങൾക്ക് ഓർമ്മയിൽ നിൽക്കുന്നത്, ആ മാർഗ്ഗം ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാം. ക്ലിയർ ആയല്ലോ? ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും 2 പോയിന്റുകളുടെ കോർഡിനേറ്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ അവ തമ്മിലുള്ള അകലം നമ്മൾ കണ്ടുപിടിക്കാൻ പഠിച്ചു അല്ലേ? ഇനി ഇവിടെ നോക്കിയേ ഒരു പോയിന്റിന്റെ കോർഡിനേറ്റ് -2 1. അടുത്തത് 0 0 എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഒറിജിൻ ആണ് അല്ലേ? ഒറിജിൻ. അപ്പോൾ ഒരു പോയിന്റും ഒറിജിനും തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ എങ്ങനെ കാണാം? ഇപ്പോൾ നമുക്ക് ആദ്യം ഇക്വേഷൻ വെച്ചൊന്ന് ചെയ്ത് നോക്കാം. ഇവിടെ നോക്കിയാൽ ഇവിടെ നമ്മൾ എങ്ങനെയാണ് ഡിസ്റ്റൻസ് കാണാം? റൂട്ട് x1 - x2 അല്ലേ? അപ്പോൾ x1 -2 മൈനസ് x2 0 അല്ലേ? അതിൻ്റെ സ്ക്വയർ. ഓക്കെ. പ്ലസ് y1 - y2 y1 എത്രയാണ്? 1 മൈനസ് y2 0 അതിൻ്റെ സ്ക്വയർ അല്ലേ? ഓക്കെ. അപ്പോൾ എന്ത് വന്നു? റൂട്ട് -2 നിന്ന് 0 പോയി കഴിഞ്ഞാൽ -2 എന്നല്ലേ? അപ്പോൾ -2ന്റെ സ്ക്വയർ പ്ലസ് 1ന്റെ സ്ക്വയർ അല്ലേ? ഓക്കെ. അപ്പോൾ എന്ത് വന്നു? -2ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 + 1 സീക്വൽ ടു റൂട്ട് 5. അപ്പോൾ ഇവിടെ ഒറിജിൻ വന്നപ്പോൾ അല്ലേ? ഒറിജിനും ഒരു പോയിന്റ് നമ്മൾ ഡിസ്റ്റൻസ് വന്നപ്പോൾ നമ്മൾ എന്താ കിട്ടിയെന്ന് നോക്കിയാൽ നമുക്ക് അവസാനം എന്താ കിട്ടിയത്? റൂട്ട് -2ന്റെ സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ അല്ലേ? റൂട്ട് -2ന്റെ സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. അതായത് ഇവിടെ 0 ആയതുകൊണ്ട് -2 - 0 എന്ന് പറഞ്ഞപ്പോൾ എന്തായി? ഈ 0 പോയി അല്ലേ? അപ്പോൾ -2 മാത്രമായി. 1 - 0 എന്ന് പറഞ്ഞപ്പോൾ 1 മാത്രമായി അല്ലേ? അപ്പോൾ നമുക്ക് ഒറിജിനും ഒരു പോയിന്റ്, ഇപ്പോൾ x1 അല്ലേ? x1 ഇത് y1 ഇത് x2 0 അല്ലേ? അങ്ങനെയാണ് നാം എന്ത് ചെയ്താൽ മതി? -2ന്റെ സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ അല്ലേ? അതായത് x1ന്റെ സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ y സ്ക്വയർ. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്തായി മാറി? വളരെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. എന്ത് ചെയ്താൽ മതി? റൂട്ട് -2 സ്ക്വയർ അല്ലേ? അതായത് x1. അപ്പോൾ x1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. 1 ഏതാണ്? y1 സ്ക്വയർ. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇത് 0 ആണ് അല്ലേ? 0 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് x1 y1 എന്ന് കൊടുക്കേണ്ട കാര്യമില്ല, x y എന്ന് കൊടുത്താൽ മതി അല്ലേ? x ഉം y ഉം. ഇവിടെ x2 y2 എന്നില്ല, അപ്പോൾ x ഉം y ഉം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? സീക്വൽ ടു, അപ്പോൾ ഇതിൻ്റെ ഡിസ്റ്റൻസ് കാണാൻ റൂട്ട് x സ്ക്വയർ പ്ലസ് y സ്ക്വയർ. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയാൽ ഈ 0 ഒറിജിൻ പന്തിരാണെങ്കിൽ ഈ സ്റ്റെപ്പൊന്നും വേണ്ട, ഇതൊന്നും വേണ്ട, വെറും ഈ ഇക്വേഷൻ മാത്രം ഉപയോഗിച്ചാൽ മതി. അതായത് റൂട്ട് x സ്ക്വയർ പ്ലസ് y സ്ക്വയർ. അപ്പോൾ ഇവിടെ ഒറിജിൻ എന്ന് പറഞ്ഞാൽ ആധാരബിന്ദു അല്ലേ? അപ്പോൾ ഒറിജിനും പിന്നെ ഏത് പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ നാം എന്ത് ചെയ്താൽ മതി? റൂട്ട് x സ്ക്വയർ പ്ലസ് y സ്ക്വയർ.
മനസ്സിലായല്ലോ. ഇപ്പം നമ്മൾ പ്രധാനമായും 4 പോയിന്റുകളാണ് പഠിച്ചത് അല്ലേ. അപ്പം നമുക്ക് അതൊന്നും കൂടി ഒന്ന് നോക്കാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നാം ഇത്രയും പോയിന്റുകളാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ ഇതാണ് നിങ്ങൾ പഠിച്ച് ഓർമ്മയിൽ വെക്കണം, നന്നായിട്ട് പഠിച്ചിരിക്കണം, കാരണം ചോദ്യങ്ങൾ ഉറപ്പായിട്ട് വരും. ഇവിടെ നോക്കിയേ, y കോർഡിനേറ്റ് അല്ലേ, y കോർഡിനേറ്റ് സെയിം ആണ്. നോക്കിയാൽ എക്സ് മാത്രം വ്യത്യാസമുണ്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം, x1 മൈനസ് x2 അല്ലേ. അപ്പോൾ ഇവിടെ സെയിം ആയിരിക്കും, y സെയിം ആണ്. അപ്പോൾ x1 മൈനസ് x2 അതിൻ്റെ ആബ്സല്യൂട്ട് വാല്യൂ കാണാം. മനസ്സിലായല്ലോ. ഓക്കെ, ഇനി ഇവിടെ നോക്കിയേ, എക്സ് സെയിം ആണ്, എക്സ് കോർഡിനേറ്റ് സെയിം ആണ്. അപ്പോൾ എന്ത് വേണം നമ്മൾ, y കോർഡിനേറ്റ് അല്ലേ. അപ്പോൾ y1 നിന്ന് y2 മൈനസ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ആബ്സല്യൂട്ട് വാല്യൂ, അത് നെഗറ്റീവ് ചിഹ്നം കളഞ്ഞിട്ട് എടുക്കാം. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി നോക്കിയേ, രണ്ടും വ്യത്യസ്തനല്ലേ. അതായത് രണ്ട് വ്യത്യസ്ത പോയിന്റുകൾ, എക്സ് കോർഡിനേറ്റ് സെയിം അല്ല, x1 x2 ആണ്, y കോർഡിനേറ്റ് സെയിം അല്ല, y1 y2 അല്ലേ. അപ്പോൾ കോർഡിനേറ്റ്സ് ഒക്കെ വ്യത്യാസമുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, റൂട്ട് ഓഫ് x1 മൈനസ് x2 അതിൻ്റെ ഹോൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y2 അതിൻ്റെ ഹോൾ സ്ക്വയർ അല്ലേ. അപ്പോൾ റൂട്ട് ഇത് രൂപത്തിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് കിട്ടും. അതാണ് നമ്മൾ മൂന്നാമത് പഠിച്ചത്. പിന്നെ പഠിച്ചത് ഏത് പോയിന്റും ഒറിജിൻ അല്ലേ, അതായത് ആധാരബിന്ദുവും തമ്മിലുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ ആധാരബിന്ദു വെച്ചാൽ 0 0 ആണ് അല്ലേ. അപ്പോൾ ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണാൻ എന്ത് ചെയ്താൽ മതി, റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. കണ്ട, അപ്പോൾ ഇതേപോലെ സ്റ്റെപ്പിൻ്റെ ആവശ്യമില്ല അല്ലേ. ഇത് രണ്ടും 0 ആയിട്ട് പോകും, ആണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഇവിടെ ബാക്കി എന്ത് വരും, x1 സ്ക്വയർ വരും പ്ലസ് y1 സ്ക്വയർ വരും. ഇത് രണ്ടും 0 ആയിട്ട് പോയി. മനസ്സിലായല്ലോ. അപ്പോൾ ഈ 4 ഇക്വേഷൻ നല്ലവണ്ണം ഓർമ്മ വേണം. ഇനി നമുക്ക് 3 പോയിന്റുകളുടെ കോർഡിനേറ്റ്സ് തരും, അത് ഒരേ വരയിലാണോ എന്ന് ചോദിക്കും. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ഇപ്പം ഇവിടെ നോക്കിയാൽ 3 പോയിന്റുകളുടെ കോർഡിനേറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ, തന്നിട്ടുണ്ട്. അപ്പോൾ ഇവ ഒരേ ലൈനിലാണോ, ഒറ്റ ലൈനിലാണോ ഈ 3 പോയിന്റുകൾ വരിക എന്നാണ് ചോദ്യം. ഇപ്പോൾ ഉദാഹരണത്തിന് നോക്കിയാൽ ഈ 3 പോയിന്റുകൾ, ഓക്കെ, ഇതാണ് ഇപ്പോൾ ഈ 3 പോയിന്റുകൾ വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവ ഒറ്റ ലൈനിലാണെങ്കിൽ അല്ലേ, ഇതിപ്പോൾ ഒരു ലൈനിലാണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഒരു ലൈനിലാണെങ്കിൽ നമുക്കറിയാം ഈ നീളം അല്ലേ, ഈ നീളത്തിൻ്റെ കൂടെ നാം ഈ നീളം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം, ഈ ഡിസ്റ്റൻസ് നമുക്ക് കിട്ടണം അല്ലേ. ഉദാഹരണത്തിന് ഇവിടെ ഒരു 3 ആണെന്ന് വിചാരിക്കുക, ഇത് 3 സെൻറ്റിമീറ്റർ ആണ്, ഇതൊരു 5 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് എത്ര കിട്ടണം, നമുക്ക് 8 സെൻറ്റിമീറ്റർ കിട്ടണം വേണ്ടേ. എങ്കിൽ മാത്രമേ ഇത് നമുക്ക് സ്ട്രേറ്റ് ലൈനിലാണ് അല്ലെങ്കിൽ ഒരു ലൈനിലാണെന്ന് പറയാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ ഒരു ലൈനിലാണെങ്കിൽ എന്ത് വേണം, 2 ഡിസ്റ്റൻസ് കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മൂന്നാമത്തെ അത് വലിയ ഡിസ്റ്റൻസ് കിട്ടണം. ഇപ്പോൾ ഇതാണ് നാം ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ പരീക്ഷയ്ക്ക് അങ്ങനെ ചോദിക്കും. അപ്പോൾ നാം ഇത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യേണ്ടി വരും, നമുക്ക് ഈ 2 പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം, ഇതും തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം, പിന്നെ ഇതും തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. മനസ്സിലായല്ലോ. എന്നിട്ട് അതിൽ 2 ചെറുതുകൾ തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ വലുത് കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ വലുത് കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇത് ഒരു ലൈനിലാണ്. വലുത് കിട്ടുന്നില്ലെങ്കിലോ അതിൻ്റെ അർത്ഥം എന്താണ്, ഒരു ലൈനിലല്ല, അതായത് ഒരു പോയിന്റ് മാറിക്കെടുക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആദ്യം നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്കൊരു പണി, ഇതിനെ നമുക്ക് എ എന്ന് കൊടുക്കാം അല്ലേ, ഈ പോയിന്റ് എ എന്ന് കൊടുക്കാം, ഇത് ബി സീക്വൽ ടു, ഇത് നമുക്ക് സി. ഓക്കെ, നമുക്ക് എഴുതാൻ എളുപ്പത്തിന് വേണ്ടി, വേറെ ഒന്നിനുമല്ല. നമുക്ക് എന്ത് ചെയ്യാം, എ ബി എന്നുള്ള ഡിസ്റ്റൻസ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. ഓക്കെ, എ ബി ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പോണ്. എന്താ ചെയ്യേണ്ടത്, നമുക്കറിയാം, നമ്മുടെ ഇക്വേഷൻ നമുക്കറിയാലോ, അതായത് റൂട്ട് അപ്പോൾ x1 മൈനസ് x2 സ്ക്വയർ, x1 ഏതാണ്, -1, x1 മൈനസ് x2 3 അല്ലേ, 3. അപ്പോൾ x1 മൈനസ് x2 ഹോൾ സ്ക്വയർ പ്ലസ് y1 അല്ലേ, y1 2, y1 മൈനസ് y2 5 ഹോൾ സ്ക്വയർ സീക്വൽ ടു റൂട്ട് -1 -3 കൂടി കൂട്ടിയാൽ -4 ആയി അല്ലേ. -4ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4ൻ്റെ സ്ക്വയർ 16 കിട്ടി. പ്ലസ് 2 - 5 -3 അല്ലേ, -3ൻ്റെ സ്ക്വയർ എത്രയാണ്, 3ൻ്റെ സ്ക്വയർ 9. അപ്പോൾ നമുക്കെന്ത് കിട്ടി, റൂട്ട് 16 പ്ലസ് 9 കിട്ടി, അതായത് റൂട്ട് 25. റൂട്ട് 25 എന്ന് പറഞ്ഞാൽ 5. അപ്പോൾ എ ബിയുടെ നീളം കിട്ടി അല്ലേ. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് കിട്ടി എന്ത്, 5 എന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഒന്ന് കണ്ടു നോക്കാം, ബിയും സിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടു നോക്കാം. അപ്പോൾ ബി സി സീക്വൽ ടു റൂട്ട്, അപ്പോൾ ഇത് x1 y1 x2 y2 അല്ലേ. അപ്പോൾ x1 മൈനസ് x2 അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, 3 മൈനസ് x2 9. അപ്പോൾ 3 മൈനസ് 9 ഹോൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y2, y1 5 മൈനസ് y2ൻ്റെ വാല്യൂ നോക്കുക, എത്രയാണ് y2ൻ്റെ വാല്യൂ, -3 ആണ്, അത് ശ്രദ്ധിക്കുക, -3 ഹോൾ സ്ക്വയർ. ഓക്കെ, സീക്വൽ ടു എന്ത് വരും,
റൂട്ട് 3 - 9 എന്ന് പറഞ്ഞാൽ 3 - 9 -6 അല്ലേ? -6ന്റെ സ്ക്വയർ എത്രയാണ്? 6 × 6 36. ഓക്കെ, പ്ലസ് 5 - -3 2 -1 പ്ലസ് ആയില്ലേ? അപ്പൊ 5 + 3 8. 8ന്റെ സ്ക്വയർ എത്രയാണ്? 8 × 8 64. അപ്പൊ നമുക്ക് ഇത് കിട്ടി റൂട്ട് 36 + 64 റൂട്ട് 100. റൂട്ട് 100 എന്ന് പറഞ്ഞാൽ 10 അല്ലെ? അപ്പൊ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് കിട്ടി 5, ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് കിട്ടി 10. ഇനി ഇതും തമ്മിലുള്ള ഡിസ്റ്റൻസ് കിട്ടണം അല്ലെ? അപ്പൊ ഇത് നമുക്ക് കിട്ടി എത്ര? നമുക്ക് കിട്ടിയത് ഇപ്പൊ 5 എന്ന് വിചാരിച്ചു, 5. പിന്നെ ഇവ തമ്മിൽ കിട്ടി അല്ലെ? എത്ര കിട്ടി? 10 കിട്ടി. ഇത് നമുക്ക് വേണമെങ്കിൽ ABC നോക്കാം. A, ഇത് B, ഇത് C. അതുപോലെ AB കിട്ടി 5, BC കിട്ടി 10. ഈ പോയിന്റ് ചിലപ്പോൾ ഇപ്പുറത്താവാം, ഈ പോയിന്റ് ഇപ്പുറത്താവും. ഇതൊന്നും നമ്മുടെ വിഷയമല്ല. നമുക്ക് 2 ചെറുതുകൾ കൂടി കൂട്ടിക്കഴിഞ്ഞാൽ വലുത് കിട്ടണം. ഇത്രയും മാത്രമേ നമ്മൾ നോക്കേണ്ടതുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് BC കിട്ടി അല്ലേ? ഇനി എയും സിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. AC = റൂട്ട് എന്ത് വരും? ഇത് x1 y1, ഇത് x2 y2 അല്ലെ? അപ്പൊ ആദ്യം x1 - x2 അല്ലെ? അപ്പൊ x1 എന്താണ്? -1 മൈനസ് x2 9 ഹോൾ സ്ക്വയർ പ്ലസ് y1 2 മൈനസ് y2. അപ്പൊ മൈനസ് വീണ്ടും ഒരു നെഗറ്റീവ് വരണം, -3 ഹോൾ സ്ക്വയർ = എന്ത് വരും? റൂട്ട് -9 -1 -10 അല്ലെ? അപ്പൊ -10ന്റെ സ്ക്വയർ 100 പ്ലസ് 2 - 1 അല്ലേ? അപ്പൊ എന്തായി? പ്ലസ് ആയില്ലേ? അപ്പൊ 2 + 3 5. 5ന്റെ സ്ക്വയർ എത്രയാണ്? 25 അല്ലെ? അപ്പൊ നമുക്ക് എന്ത് കിട്ടി? റൂട്ട് 100 + 25 കിട്ടി. അതായത് റൂട്ട് 125 കിട്ടി. ഓക്കെ, അപ്പൊ റൂട്ട് 125 ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല അല്ലെ? അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ നമുക്കൊന്ന് മാറ്റി എഴുതാം. ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. റൂട്ട് 25 × 5 അല്ലെ? 25 × 5 ആണ് 125. അപ്പൊ നമുക്കറിയാം റൂട്ട് 25 എന്ന് പറഞ്ഞാൽ 5 ആണ് അല്ലെ? ബാക്കി റൂട്ട് 5 ബാക്കി. അപ്പൊ റൂട്ട് 5. അപ്പൊ 5 റൂട്ട് 5 എന്ന് കിട്ടി. അപ്പൊ നമ്മുടെ 3 അളവുകൾ നോക്കിയാൽ 1 5, 1 10, 1 5 റൂട്ട് 5 അല്ലെ? അപ്പൊ ഇത് കിട്ടാൻ നോക്കിയാൽ ഇപ്പോൾ ഇവിടെ 125 കിട്ടി. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ പെട്ടെന്ന് എഴുതാൻ ഓർമ്മയില്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? 125 നോക്കിയാൽ 125 ഇതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ? 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു. എത്ര പ്രാവശ്യം പോകും? 25 പ്രാവശ്യം. ഇനി വീണ്ടും 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ എത്ര പ്രാവശ്യം പോകും? 5 പ്രാവശ്യം അല്ലേ? അപ്പൊ നമുക്ക് റൂട്ട് 125 എങ്ങനെ എഴുതാൻ പറ്റും? റൂട്ട് 5 × 5 × 5 എന്ന് എഴുതാം. മനസ്സിലായില്ലേ? റൂട്ട് 125 എന്തെന്ന് എഴുതാം? റൂട്ട് 5 × 5 × 5. 5 × 5 × 5 ആണ് 125 അല്ലേ? ഓക്കെ, ഇനി എന്ത് ചെയ്യാം? ഇവർ ഒരു ജോഡി. അപ്പൊ 5 × 5 റൂട്ട് 5 × 5 എന്ന് പറഞ്ഞാൽ 5 ആണ് അല്ലേ? അപ്പൊ ഇതിൽ നിന്നൊരു 5നെ പുറത്തെടുത്തു. പിന്നെ ബാക്കി ഇവിടെ ഒരു റൂട്ട് 5 ഉണ്ട് അല്ലേ? റൂട്ട് 5 അതേപോലെ തന്നെ നമ്മൾ എഴുതി. ക്ലിയർ ആയില്ലേ? അപ്പൊ ഇങ്ങനെയും ചെയ്യാം. ഇവിടെ നോക്കിയേ, അപ്പൊ നമുക്ക് 3 ഡിസ്റ്റൻസ് കിട്ടി. 3 ഡിസ്റ്റൻസും 2 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ മൂന്നാമത്തെ കിട്ടോ? 5 10 15. 15 ഇവിടെ എത്രയാണ്? 5 റൂട്ട് 5 അല്ലെ? ഒരിക്കലും ഈ ഏതെങ്കിലും 2 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മൂന്നാമത്തെ കിട്ടുന്നില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഇതൊരു സ്ട്രൈറ്റ് ലൈൻ അല്ല. അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് ഇതിൽ കുറച്ച് ചോദ്യങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണിത്. ശരിക്കും പഠിച്ചിരിക്കുക. ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.